ബത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ യേശു പിറന്നു കണ്ടു നിന്നൊരായിടയരും നിന്നെ വാഴ്ത്തിയില്ലേ അരികിൽ നിന്ന് മാലാഖയും സ്തുതിച്ചു പാടിയില്ലേ ഈ ലോകം നിന്നെ അറിയാതെ കുരിശിൽ കേറ്റിയില്ലേ യേശുവേ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? അതിന് നിങ്ങൾ എന്റെ പെക്കിട്ട് കയറാൻ അച്ഛൻ വരുന്നടാ. ഞാനങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ അമ്മ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. അതല്ല ലോലപ്പന്റെ മകൻ മത്തായി. അതല്ല എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, വഴിവെച്ച ജീവിതമാണെന്ന് പറയുന്നത് കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം സാധാരണ ബാങ്കിൽ വെച്ചിരിക്കും. നാളെ എന്റെ പ്രമാണം വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? അയ്യ 12ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരട്ടി കലക്കി കുടിച്ചവനാണ്. ബൈബിൾ എടുത്തോളൂ. ഞാൻ ഇവരോട് ബൈബിളിൽ ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരട്ടി കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാം. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ ആദാമിന് 2 മക്കളേ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാഗേനും. അപ്പൊ അബു ആദാമിന്റെ മകൻ അബു. എന്നോടാണ് ചോദിക്കുന്നത്? കന്യാകുമാരിന്റെ പടത്തിലെ കാര്യം കരിയപ്പ പിടിഞ്ഞു വന്നു. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ മുഴുവൻ കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി. പറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരനായ അണ്ണാനായിരുന്നു. അത് വളർന്ന് വന്നപ്പോൾ അതും കെങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അതും ചാടിപ്പോയോ? മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ് പോലത്തെ സിറ്റുവേഷൻ. ബൈബിളിലാണ് എന്റേതാണ്. എന്തൊരു കൂട്ടുകാരൻ. ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവൻ അതെടുത്തിട്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തിട്ട് പോയി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ട് വന്ന് അവിടെ ചേക്കേറി. അവൻ മിച്ചറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ടന്നെ മദ്യപാന്മാരുമായിട്ടാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ? അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. എന്റെ പുണ്യ മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോവടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണം. അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവനൊരു ആപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. പിടിക്കും.
യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞു ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ് കഴിഞ്ഞ ദിവസം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയതെന്ന് ചോദിച്ചു. പാടിക്കാണ് പാടിക്കേ. ഇവ പാടി തീരെ ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ ഭിക്ഷാത്തിയായിട്ട് എന്നെ കുഞ്ഞുവിനെ കുട്ടാനായിട്ട് ഇവന് ഈ പാട്ടിനെ കേട്ട് എനിക്ക് ബസ്സിന്റെ രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവാ. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവാ. Tabli tabli something tabli tabli something എല്ലാവരും ഇനി വന്ന് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാ. മനസ്സ് വിഷമിക്കരുത്. കപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്. കപ്പ തീർന്നു പോയെന്ന്. നിനക്കറിയോ ഇവൻ ഭയങ്കര റേപ്പാണ്. ഇല്ല പാടാം.